ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കയ്യിൽ ഇക്കാണുന്ന 9ഓളം വരുന്ന ടബ്ബുകളിൽ കുറച്ചധികം അലങ്കാര മത്സ്യങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കയ്യിൽ കിടക്കുന്ന ഫിഷിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ, ഒരു വിവരണം തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒന്നാമത്തെ ടബിനകത്തായി കിടക്കുന്ന മത്സ്യം എന്ന് പറയുന്നത് ചില്ലി മൊസൈക്ക് എന്ന് പറയുന്ന ഒരു മത്സ്യമാണ്. അപ്പോൾ ഈ ഒരു ഫിഷിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ അലങ്കാര മത്സ്യ വളർത്തലിൽ ബിഗനറാണ്. ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ ക്ഷമിക്കുക. അപ്പോൾ ഈ ഒരു മത്സ്യത്തിൻ്റെ പേര് ചില്ലി മൊസൈക്ക് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ ഒരു പേര് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് എനിക്കറിയത്തില്ല. കൊറിയൻ ഷോപ്പിൽ നിന്നും ഈ ഒരു ഫിഷിനെ വാങ്ങിക്കുമ്പോൾ അവർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു പേരാണ് ഈ ചില്ലി മൊസൈക്ക് എന്നുള്ളത്. അപ്പോൾ യൂട്യൂബ് വീഡിയോയിൽ ഈ ഒരു പേരിൽ തന്നെ മറ്റു മത്സ്യങ്ങളെ കാണാനായി സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മത്സ്യത്തിന്റെ ചില്ലി മൊസൈക്ക് എന്ന ഈ ഒരു നാമം എത്രത്തോളം ശരിയാണ് എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്നും ഏകദേശം 4 പേർ ഫിഷിനെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് ഇതിന്റെ ഒരു മെയിൽ ഫിഷ് ഡെഡായി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഷിന്റെ ബോഡി പാറ്റേണും ടെയിൽ ക്വാളിറ്റിയും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഫിഷിനെ ഷോപ്പിൽ നിന്നും വാങ്ങിയത്. അപ്പോൾ എന്തായാലും ഇനി ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഗപ്പിയെക്കുറിച്ചും ഗപ്പി വളർത്തലിനെ കുറിച്ചുമാണ്. തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു മത്സ്യമാണ് ഗപ്പി ഫിഷ് എന്ന് പറയുന്നത്. അക്വേറിയം, വലിയ ടാങ്കുകൾ, അതേപോലെ തന്നെ തീരെ ചെറിയ പാത്രങ്ങളിൽ പോലും വളരെ ഈസിയായി വളർത്താൻ പറ്റിയ ഒരു മത്സ്യമാണ് ഗപ്പി എന്ന് പറയുന്ന ഈ മത്സ്യങ്ങൾ. ലൈഫ് ഫീഡുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മത്സ്യങ്ങളാണ് ഗപ്പി ഫിഷുകൾ. അതുകൊണ്ട് തന്നെ അവയ്ക്ക് മൊസ്കിറ്റോ ലാർവ, മൊയിന കൾച്ചർ ഇതൊക്കെ നൽകാവുന്നതാണ്. അതേപോലെ തന്നെ പ്രസവിക്കുന്ന ഒരു മത്സ്യം കൂടിയാണ് ഗപ്പി ഫിഷുകൾ എന്ന് പറയുന്നത്. ഒറ്റ പ്രസവത്തിൽ ഒരുപാട് കുട്ടികളെ ലഭിക്കുകയും ചെയ്യും. ലൈഫ് ഫീഡ് വളരെയധികം ഇഷ്ടമുള്ള ഫിഷുകൾ ആയതുകൊണ്ട് തന്നെ അതിന് ജനിക്കുന്ന കുട്ടികളെ അത് തന്നെ ഭക്ഷിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബ്രീഡിംഗ് കേജ് പോലുള്ള വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാനായി സാധിക്കുന്നതാണ്. ഇനി ഇവയ്ക്ക് വരുന്ന അസുഖങ്ങളെ പറ്റിയാണ് പറയാനായി പോകുന്നത്. അപ്പോൾ ഇവയ്ക്ക് വരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തത് വയറ് വീങ്ങലാണ്. വയറ് വീങ്ങൽ എന്ന് പറയുമ്പോൾ പ്രസവിക്കാറായ മീനുകളുടെ വയറ് വീർത്തിരിക്കുന്നത് കാണാം. അതല്ല, ചില മെയിൽ ഫിഷുകളുടെ വയറ് ഉരുണ്ട് വീർത്ത് വരും. അതൊരു തരം രോഗമാണ്. അതേപോലെ തന്നെ വയറ് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ. പിന്നെ വരുന്ന അസുഖം എന്ന് പറയുന്നത് വാലൊട്ടലാണ്. അതേപോലെ തന്നെ ഫംഗസ് ബാധയും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഓരോ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളും എടുക്കാനായി സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫിഷുകൾ പൊതുവെ ഫുഡ് എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒട്ടും ആക്റ്റീവ് അല്ലാതെ തന്നെ വെള്ളത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ചെന്ന് കിടക്കാറാണ് പതിവ്. അതേപോലെ തന്നെ പണ്ടൊക്കെ കൂടുതലായിട്ടും കണ്ടുവന്നിരുന്നത് മിക്സഡ് ഗപ്പികളെ ആയിരുന്നു. എന്നാൽ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഒരുപാട് തരം മത്സ്യങ്ങളെ ഇന്ന് മാർക്കറ്റുകളിൽ ലഭ്യമാണ്. ഫിഷുകൾ മാത്രമല്ലാതെ ഇവയ്ക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള വാട്ടർ പ്ലാന്റുകളും കളർ സ്റ്റോണുകളും എയറേഷനും ഫിൽട്രേഷനും അതേപോലെ തന്നെ മറ്റ് എക്യുപ്മെൻറ്റ്സുകളും ഇന്ന് മാർക്കറ്റുകളിൽ ലഭ്യമാണ്. ഫിഷിന് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നാൽ അവയെ ചികിത്സിച്ച് ഭേദമാക്കാൻ തരത്തിലുള്ള മെഡിസിനുകൾ ഇന്ന് അക്വേറിയം ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പലതരത്തിലുള്ള ഫിഷ് ഫുഡുകൾ ഇന്ന് അക്വേറിയം ഷോപ്പുകളിൽ ലഭ്യമാണ്. ഞാൻ ഇവയ്ക്ക് കൊടുക്കുന്നത് ചുവപ്പും പച്ചയും നിറത്തിൽ വരുന്ന പല്ലറ്റ് ഫുഡുകളാണ്. ഒരു ദിവസം ഏകദേശം 1-2 തവണ ഫീഡ് ചെയ്താൽ മതിയാകും. അതേപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഫിഷിന്റെ വാട്ടർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനാണ്. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ഫിഷുമായി നമുക്ക് കാണാം.